ലോട്ടറി ഞാൻ ബമ്പർ സ്ഥിരമായിട്ട് ചെറിയ ടിക്കറ്റുകളൊന്നും എടുക്കാറില്ല. അല്ല ഇവിടുന്ന് ആദ്യമായിട്ട് എടുക്കുന്നത്. ഞാൻ ഇത്രയും ലോങ് വന്ന് ഇവിടുന്ന് ആദ്യമായിട്ടാണ്. ഞാൻ സാധാരണ DC ഇട്ട് ബുക്കാച്ചി എടുക്കുന്നത്. 10 ടിക്കറ്റ് ചേട്ടാ. എന്നിട്ട് നമുക്ക് ഇച്ചിരി റേറ്റ് കുറച്ച് കിട്ടും. എന്നിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അച്ഛനും അമ്മയ്ക്കും പെങ്ങൾക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ഓരോന്നോരോന്ന് കൊടുക്കാം. 10 ടിക്കറ്റ് ഇവിടുന്ന് മാത്രമേ എടുത്തുള്ളൂ. ഇത് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അടിക്കുമെന്നുണ്ട്. ഇവിടെ വന്നിട്ട് അറിഞ്ഞത് ഇന്നലെ ഈ റിസൾട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് മൊബൈലിൽ തന്നെ നമുക്കത് സ്കാൻ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് നമ്മുടെ സുഹൃത്തിൻ്റെ മോടെ കല്യാണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വരാമെന്ന് വളരെ സന്തോഷം. നേരത്തെ 50,000 10,000 അങ്ങനെയുള്ള ചെറിയ സമ്മാനം. ബമ്പർ നേരത്തെ ഒരു കരുനാപ്പള്ളി ചുങ്കത്തിലുള്ള അവിടുത്തെ സ്റ്റാഫിന് അടിച്ച എൻ്റെ തൊട്ടടുത്ത നമ്പർ 2019 നമ്മുടെ ഒരു 12 കോടി രൂപ. അത് തൊട്ടടുത്ത നമ്പറിൽ അതെ ശ്രീമുരുക ലക്കി സെന്ററിൽ നടന്ന് നാട്ടിലാരും പറഞ്ഞിട്ടില്ല. ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. സുഹൃത്തിന്റെ പെങ്ങളുടെ കല്യാണമായിരുന്നു. അന്നേരം ഇതിനെ ഈ ടിക്കറ്റ് അല്ല അവരോട് ഒന്നും ഞാൻ പറയാം. ദിനേശ് ഈ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാര്യയും മക്കളൊക്കെ ഇപ്പോഴാണ്, ഇന്ന് രാവിലെയാണ് അവരോട് പറഞ്ഞത്. ഒരുപാട് സന്തോഷം. രശ്മി മോൻ ധീരജ്, മോള് ധീരജ. ഒരുപാട് നാളുകൊണ്ട് ലോട്ടറി എടുക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് നമ്പർ മിസ്സായി പോകുന്നത് അന്നേരം ഭയങ്കര വിഷമമായിരുന്നു ആളിന്. പിന്നെ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞില്ല. ഇന്നലെ രാത്രി ഉറങ്ങിയതുമില്ല ആള്. പറഞ്ഞില്ല. ഇന്ന് രാവിലെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ വിശ്വസിച്ചിട്ടില്ല. ചോദിച്ചപ്പം പറഞ്ഞു. ഞങ്ങൾക്ക് ഇച്ചിരി ചോദിച്ചപ്പം പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഒരുപാട് സന്തോഷം. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ. കൊല്ലത്ത് വന്ന് ടിക്കറ്റ് എടുക്കണം. ജയകുമാറിന്റെ നേരത്തെ ജനാർദ്ദൻ നായർ അതിൻ്റെ ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അന്നേരം അതിൻ്റെ എനിക്ക് തോന്നിയ പ്രൈസുകളൊക്കെ ഇങ്ങനെ ചെറിയ പ്രൈസുകൾ അടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ വന്ന് ഇതെടുത്തതാണ്. ഈ ആദ്യമായിട്ടാണ് ഇത്ര ലോങ്ങിലേക്ക് വന്ന് ടിക്കറ്റ് എടുക്കുന്നത്. എനിക്ക് ഫാമൊക്കെ ഞാൻ നടത്താണ്, ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട്. ഭാവിയിൽ ഇതിപ്പം ഒരു കുറച്ച് നാളത്തേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഭാവിക്ക് ബാങ്ക് കൊടുക്കുന്നത് എനിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഫെഡറൽ ബാങ്കാണ്. എനിക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ അവരാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ 2,90,000 രൂപയുടെ ക്രെഡിറ്റ് കാർഡ് അവർ തന്നെയാണ് തന്നിട്ടുള്ളത്. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടൊന്നുമല്ല. അന്നേരം നമുക്ക് ഇങ്ങോട്ട് സേവനം ചെയ്യുമ്പം തീർച്ചയായും അങ്ങോട്ട് എനിക്കിപ്പം വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് വേണം, ഇപ്പം ലോട്ടറി വേണമെങ്കിൽ ആ ബാങ്കിൽ കൊടുക്കാമായിരുന്നു. പക്ഷേ ചേട്ടന് ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവണമെന്ന് ചൊല്ലിയാണ് ഇത്ര ലോങ് വന്നത്. നമ്മൾ ആ ബാങ്കിൽ അറിയിച്ച് ബാങ്കുകാർ നമ്മുടെ കൂടെ തന്നെ വന്നത് ബാങ്കുകാർ കൊടുക്കുന്നത്. മോനെ എന്താണ്ടാണ് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. മോൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രാവിലെ ഞാൻ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞേ. അതിന് കാലം ഞാൻ അവര് വെച്ച് കല്യാണം വേണ്ട പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു അല്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലേ വിവാഹം ഭയങ്കര ഇതായിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ സുഹൃത്തിൻ്റെ ആയിരുന്നു. നമ്മളായിട്ടായിരുന്നു. എന്താ ആവശ്യം പറഞ്ഞത്? അച്ഛനോട് എന്ത് വേണമെന്ന് ആവശ്യപ്പെട്ട് ആ സമ്മാനം ലഭിച്ച ടിക്കറ്റാണ് ഇപ്പോൾ ദിനേശ് ഉയർത്തുന്നത്. ദിനേശ് ആ സമ്മാനം ലഭിച്ച ടിക്കറ്റ് ഇതാ. ഈ ടിക്കറ്റിനാണ് 12 കോടി രൂപ പൂജാ ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത്. ഈ ടിക്കറ്റ് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. സ്വന്തം ഭാര്യയ്ക്കും 2 മക്കൾക്കും അച്ഛനും ഒപ്പമാണ് ഈ കൊല്ലത്തെ കടയിൽ എത്തി ടിക്കറ്റ് വാങ്ങി. അതിൻ്റെ ബില്ലടക്കം കാണിച്ചിരിക്കുന്നു. അദ്ദേഹം പാൻ കാർഡും ആധാർ കാർഡും എല്ലാം സഹിതം എത്തിയിരിക്കുന്നു. ആ ടിക്കറ്റ് ആദ്യം ഇത് വേണമെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ഞാനിപ്പം ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. പിന്നെ നമ്മുടെ നാട്ടിൽ ശുദ്ധരായ കുറേ നാട്ടുകാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധരായതുകൊണ്ട് അവരെയൊക്കെ പറ്റിച്ചുകൊണ്ട് പോയ ആൾക്കാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഒന്ന് സഹായിക്കണം. അല്ല നമുക്ക് വീട് വെച്ച് കൊടുക്കാനും അങ്ങനെയൊക്കെ ഉള്ളതിന് സർക്കാരും സ്ഥാപനങ്ങളും ഹോസ്പിറ്റൽ കേസിനൊക്കെ അങ്ങനെയുള്ള ചാരിറ്റി സംഘടനകളൊക്കെ ഉണ്ട്.
ശുദ്ധരായ ആൾക്കാരെ കുറേ ആൾക്കാരെയൊക്കെ സാമ്പത്തികമായി പറ്റിച്ചുകൊണ്ട് പോകുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ അവരുടെ കടക്കട നഷ്ടപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ഒന്ന് സഹായിക്കണം. ദിനേശ് കുമാർ ഇപ്പോൾ ഒരു കോടീശ്വരനായിരിക്കും. ഇല്ലല്ല, പേടിയൊന്നുമില്ല. നമ്മൾ അത്യാവശ്യം സാമ്പത്തിക കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഇല്ല, ഇത് വൈഫിൻ്റെ അച്ഛനാണ്. പഴയതുപോലെ തന്നെ ജീവിതം അല്ലേ? പഴയതുപോലെ തന്നെ ആയിരിക്കും. പഴയതുപോലെ തന്നെ ആയിരിക്കും. കരുനാപ്പള്ളി തൊടിയൂരാണ്. തൊടിയൂർ തഴവ ആ ഭാഗത്തൊക്കെ ആയിരുന്നു. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഉള്ളത് തൊടിയൂർ തഴവ ഭാഗത്ത് തന്നെ. തൊടി പഞ്ചായത്ത്, തൊടി പഞ്ചായത്തിൻ്റെ അതിർത്തിയിലാണ്. തൊടിയൂർ മാലിമേൽ കുറ്റിപ്പുറം എന്ന് പറയുന്ന ഭാഗത്തേക്കൊക്കെ വരും. കേരള ഭാഗ്യക്കുറി നല്ലൊരു കാര്യമാണ്. എന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ഇതാണ്. പിന്നെ ലോട്ടറി എടുത്താലേ അടിക്കത്തുള്ളൂ. ലോട്ടറി എല്ലാവരും എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എടുക്കാതെ അടിക്കാത്തതിനെ പറ്റി പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ടിക്കറ്റോ 2 ടിക്കറ്റോ അടിച്ചില്ലെന്ന് പറഞ്ഞ് എടുക്കാതിരിക്കുന്നതുകൊണ്ടും കാര്യമില്ല. ലോട്ടറി എടുത്തിട്ട് അടിക്കും. എല്ലാവർക്കും അടിക്കാൻ പറ്റത്തില്ലല്ലോ. എടുത്ത് നോക്കിയാൽ ലോട്ടറി അടിക്കും. ചെറിയ സമ്മാനങ്ങളൊക്കെ ഇല്ല, മറ്റ് ജില്ലകളിൽ നിന്നല്ല. ഞാൻ അടൂരിൽ നിന്ന് എടുത്തിട്ടുണ്ട്, മധു ലക്കി സെൻറ്ററിൽ നിന്ന് എടുത്തിട്ടുണ്ട്, കരുനാഗപ്പള്ളിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്, പിന്നെ അമ്മ ലക്കി സെൻറ്റർ മണപ്പള്ളിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കൊല്ലത്ത് ഇവിടുന്ന് ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് നേരത്തെ തോന്നി ഇവിടുന്ന് എടുക്കണമെന്ന് അടിക്കുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കരുനാഗപ്പള്ളി നേരത്തെ കടയിൽ നിന്ന് കൊച്ചു സമ്മാനങ്ങൾ അടിച്ചിട്ടുണ്ട്. കൊല്ലത്തിന് കരുനാഗപ്പള്ളിക്ക് പൊതുവേ ബമ്പർ കരുനാഗപ്പള്ളി കൊല്ലം ജില്ലയ്ക്ക് അടിക്കാനുള്ള സാധ്യത അടിച്ചിട്ടുണ്ട്. ശരി ശരി. പൂജാ ബമ്പർ 12 കോടി അടിച്ച ജയകുമാറാണ് ഇപ്പോൾ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ലോട്ടറി ടിക്കറ്റ് അടക്കം കൊണ്ടുവന്ന ഏജൻസിയിൽ എത്തിച്ചിരിക്കുകയാണ്. ബാങ്ക് വീടിനടുത്തുള്ള തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്കിലാണ് ഈ ലോട്ടറി ടിക്കറ്റ് സമർപ്പിക്കുക. ബാങ്ക് തനിക്ക് നേരത്തെ താൻ പറയാതെ തന്നെ തനിക്ക് ക്രെഡിറ്റ് കാർഡെല്ലാം തന്ന് സഹായിച്ച ആളാണ്. അവർക്കാണ് ഈ ടിക്കറ്റ് നൽകുന്നത് എന്നാണ് പറഞ്ഞത്. തൊടിയൂരുള്ള കരുനാഗപ്പള്ളിയിലുള്ള ഫെഡറൽ ബാങ്കിലേക്കായിരിക്കും ദിനേശിന് സമ്മാനം ലഭിച്ച ലോട്ടറി നൽകുക. ലോട്ടറി ടിക്കറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 മക്കളും എല്ലാം തന്നെ ഒപ്പമുണ്ടായിരുന്നു. ഈ